തിരുവനന്തപുരം നെടുമങ്ങാട് CPM SDPI സംഘർഷം. ആതുര സേവന രംഗത്ത് നിർഭയം പോരാടേണ്ട 2 ആംബുലൻസുകളാണ് തകർക്കപ്പെട്ടത്. മാരക ആയുധം ഉപയോഗിച്ച് SDPIയുടെ ആംബുലൻസ് അടിച്ചു തകർത്തപ്പോൾ DYFIയുടെ ആംബുലൻസ് അഗ്നിക്കിരയാക്കി. കരകുളം പഞ്ചായത്തിൽ നടന്ന പ്രശ്നങ്ങളാണ് നെടുമങ്ങാട് ടൗണിലേക്കും വ്യാപിച്ചത്. എന്തായിരുന്നു സംഘർഷത്തിന്റെ പ്രധാന കാരണം? ഇതാണ് കരകുളം മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡ്. ഇപ്പോഴുണ്ടായ സംഘർഷത്തിന്റെ എല്ലാം പ്രധാന വില്ലൻ വേങ്കോട്, ചെക്കക്കോണം, കിഴക്കേൽ വാർഡുകൾ 3 സംഗമിക്കുന്നത് പള്ളിമുക്കിലാണ്. ഇവിടെയാണ് കരകുളം മുല്ലശ്ശേരി റോഡിന്റെ ആരംഭം. കഴിഞ്ഞ 6 മാസമായി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒക്ടോബർ 3 SDPI ഒരു ഫ്ലക്സ് റോഡിൽ സ്ഥാപിക്കുന്നു. അതിലെ വാചകങ്ങൾ ഇതാണ്: നാടിന്റെ വികസനത്തിന് എതിരെ നിൽക്കുന്ന CPIM ബ്രാഞ്ച് സെക്രട്ടറി കായ്പാടി ജലീലിനെ ജനം തിരിച്ചറിയുക. 3 മാസമായി റോഡ് വികസനത്തിനെ തടസ്സപ്പെടുത്തുന്നത് CPIMന്റെ ഒത്താശയോടെയാണോ? വീടിന് മുന്നിലെ റോഡിന്റെ ഭിത്തി നിർമ്മിക്കാൻ സമ്മതിക്കണമെങ്കിൽ 25,000 രൂപ കോൺട്രാക്ടർ നൽകണമെന്ന് കായ്പാടി ജലീൽ പണം ആവശ്യപ്പെട്ടു എന്നൊരു പ്രചാരണം SDPI ഉയർത്തിയിരുന്നു. ഒക്ടോബർ 4 രാത്രി 9:47 CPM പ്രവർത്തകർ കൂട്ടമായി എത്തി ഫ്ലക്സ് കത്തിച്ചു. തടയാനെത്തിയ SDPI പ്രവർത്തകരെ മർദ്ദിച്ച് അവശരാക്കി. ഒക്ടോബർ 19 ദീപാവലിയുടെ തലേ ദിവസ രാത്രി കടയിൽ ഭക്ഷണം വാങ്ങാനെത്തിയ മുല്ലശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ 5 അംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇതോടെയാണ് സംഘർഷം തുടങ്ങിയത്. നെടുമങ്ങാട് CPM SDPI സംഘർഷം. മുഖം മൂടി ധരിച്ചെത്തിയ ഒരു കൂട്ടം ആളുകൾ കരകുളം SDPI ജില്ലാ പ്രസിഡന്റ് ഷെഹിൻ, ജില്ലാ സെക്രട്ടറി സമദ് എന്നിവരുടെ വീടിന് നേരെ ആക്രമണം നടത്തി. സമദിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസും മറ്റു വാഹനങ്ങളും മാരകായുധം ഉപയോഗിച്ച് അടിച്ചു തകർത്തു. ഞാനും എൻ്റെ കുട്ടിയും 2ാമത്തെ നിലയിലെ മുറിയിലായിരുന്നു. അപ്പോൾ കുട്ടിയാണെങ്കിൽ ഈ സൗണ്ട് കേട്ടിട്ട് ഇതായിട്ടുള്ള ഇതിൽ കുട്ടി ബഹളം ഉണ്ടാക്കുകയും കരയുകയും ഞെട്ടലായിരുന്നു കുട്ടിക്ക്. സൗണ്ട് കേട്ടിട്ട് പുറത്ത് ഇറങ്ങി വന്ന സമയത്ത് ആരാന്ന് ചോദിച്ചപ്പോൾ നിന്നെയൊക്കെ കൊല്ലുമടിയെന്ന് പറഞ്ഞിട്ട് CPMന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് നേരെ വരികയുണ്ടായി. സമയം രാത്രി 12 മണി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന DYFI നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് നിന്ന് കത്തുന്നു. സതീഷ് കണ്ടായിരുന്നു ഈ സംഭവം? കണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് ഇന്നലെ? സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:55 12 മണിയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ, നമുക്ക് താഴെ റൂമുണ്ട്, റൂമിലോട്ട് പോയ സമയത്താണ് റൂമിൽ ചെന്നതും ഓണർ എന്നെ വിളിച്ച് പറഞ്ഞ് ഇതെനിക്ക് വണ്ടി കത്തുന്നുണ്ട്, പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. കയറി വന്നപ്പോഴത്തേക്ക് DYFIയുടെ വണ്ടി കത്തുന്ന രംഗമാണ് കാണുന്നത്. തൊട്ടടുത്ത് ഞാൻ ഓടുന്ന ആംബുലൻസ് CP ആംബുലൻസോടെ കിടപ്പുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വിചാരിച്ച വല്ല സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണെന്ന്. പക്ഷേ അവനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് സിലിണ്ടർ അങ്ങനെ ഫുള്ളല്ല, കാലിയാണെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി പെട്ടെന്ന് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചേട്ടന്മാരുടെ സഹായത്തോടെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് തന്നെ എടുത്ത് പാർക്ക് ചെയ്തു. SDPIക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി CPMഉം DYFIയും രംഗത്തെത്തി. ഈ നെടുമങ്ങാട് മുനിസിപ്പൽ പ്രദേശത്തോ യാതൊരു സംഘർഷാന്തരീക്ഷവും നിലനിൽക്കുന്നില്ല. തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. രാത്രിയോടുകൂടി SDPIയുടെ ഭാഗമായ ഒട്ടേറെ ആളുകൾ
ഫേസ്ബുക്കിൽ ഈ ആംബുലൻസ് കത്തിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ മെസ്സേജുകൾ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ SDPI ബോധപൂർവം നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഒരു ആംബുലൻസ് കത്തിച്ചതാണ്. ആക്രമത്തിന്റെ മുഴുവൻ കുറ്റവും CPM-ന് മേൽ ചാരുന്നുണ്ട് SDPI. ഈ നാട്ടിൽ SDPIക്ക് ഒരു സ്വാധീനമുണ്ട്, വിജയസാധ്യതയുണ്ട്. അത് അട്ടിമറിക്കാൻ വേണ്ടി CPM കാണിക്കുന്ന ഒരു തന്ത്രമാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രതികളാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണമെന്നാണ് SDPIക്ക് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തങ്ങളുടെ നേട്ടവും എതിരാളിയുടെ കോട്ടവും വിളമ്പി രാഷ്ട്രീയ പാർട്ടികൾ നെട്ടോട്ടമോടും. പക്ഷേ ആ ഓട്ടം ജനങ്ങളുടെ സമാധാനം തകർത്തുകൊണ്ടാവരുത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനും സഹായി അനന്തുരാജിനുമൊപ്പം RB സനു, മീഡിയ 1.